എന്താ നാടാ ഇത്? ഇവിടെമാർക്ക് ഇങ്ങനെ ഐസ്ക്രീമും വാങ്ങിക്കെടുക്കുന്ന പണി മാത്രമേ ഉള്ളല്ലോ നിനക്ക്. ഇവിടെ ഇങ്ങനെ ഒരുത്തി ഉണ്ടെന്ന് നിനക്ക് വല്ല വിചാരമുണ്ടോടാ? അമ്മേ, അമ്മ എന്തൊക്കെയാണ് ഏട്ടനോട് പറയുന്നേ? അമ്മക്ക് എന്താ ഐസ്ക്രീം വേണോ? അത് വേണമെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെ. ഏട്ടനെ ഇങ്ങനെ ഓരോന്ന് പറയല്ലേ എൻ്റെ പൊന്നമ്മേ. ഇത് അമ്മയോട് എത്ര പ്രാവശ്യം ഇങ്ങനെ പറയുന്നതാ. അയ്യോ കാശി, അയ്യോ അവന് വീണ അതേപോലെ അതിൽ കയറി ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നു. ചെക്കന് വീണാലും ഇങ്ങനത്തെ സാധനം കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. കഴിച്ചോ കഴിച്ചോ, നന്നായിട്ട് കഴിച്ചോടാ എൻ്റെ പൊന്നേ. അല്ലേലും ഇവന്മാരോടൊക്കെ എന്ത് പറഞ്ഞിട്ടെന്താ? ഒരു കാര്യവുമില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു. എന്നാ അവളുമാരെടുത്ത് എന്തെങ്കിലും ഒന്ന് എനിക്ക് തരിക. ഏഹേ, എല്ലാം തിന്ന് കാലിയാക്കി വച്ചിരിക്കുന്നു. എടി മായേ, എന്തെങ്കിലും തിന്നാനുണ്ടോ? എനിക്ക് ഒന്നിങ്ങ് വാടി. എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നേ? അമ്മേ, ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അമ്മയുടെ പ്രശ്നം എന്താ? അമ്മയ്ക്കിപ്പോ ഐസോ ഐസ്ക്രീമോ എന്താണ് വേണ്ടത്? ഞാനിത് ഇപ്പൊ കൊണ്ടുവന്ന് തരാം. അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ ഞാനതൊന്നും തരാതിരുന്നത്. അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? മായ പറഞ്ഞപ്പോഴാ ഇതൊക്കെ അമ്മയ്ക്കും ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായത്. അതെന്തേടാ, എൻ്റെ വായിലൂടെ അതൊന്നും ഇറങ്ങത്തില്ലേ? നിനക്കെന്താ അതൊന്നും അറിയത്തില്ലേ? എൻ്റെ അമ്മോ, ഞാൻ ഇപ്പൊ കൊണ്ടുതരാം അമ്മേ. അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ, മക്കള് കേൾക്കില്ലേ? അയ്യോ അമ്മേ, മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ അമ്മേ. ഞാനിത് മുകളിൽ പോയിട്ടേ ആ തേങ്ങയുടെ പാടെന്താണെന്ന് ഒന്ന് ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് വരാം. കുറച്ച് പൂളാനുമുണ്ട്, വെട്ടിയത് ഉണങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇപ്പൊ വരാവേ. എടി വായേ, കണ്ടോടി നീ? ചോദിച്ചപ്പോൾ എനിക്കും കിട്ടി. അവൻ നിനക്ക് വല്ലതും കൊണ്ട് തന്നോടി? ഇല്ലല്ലോ, അതാണ് പറഞ്ഞേ. ദേവാ ദേവാ, നോക്ക് നോക്ക്, അമ്മമ്മയുടെ കയ്യില് ഐസ്ക്രീം ആടി. നമുക്കൊക്കെ ഐസും അമ്മമ്മക്ക് ഐസ്ക്രീമും. നോക്കണ്ടടി നോക്കണ്ട, ഒരെണ്ണത്തിനും ഞാൻ തരില്ല. നിങ്ങൾ എന്നെ കുറെ കൊതിപ്പിച്ചതല്ലേടി. നോക്കിക്ക, ഞാനും തിന്നട്ടെ. അമ്മേ, മായെ വിളിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ അമ്മേ. അവളിത് എവിടെ പോയി? ഒരു അത്യാവശ്യമുണ്ടായിരുന്നോ മായേ? ആ ഏട്ടാ, ഞാനിത് ഇവിടെ വാർപ്പിന്റെ മുകളിലാണ്. തേങ്ങയില്ലേ, അതിന്റെ പാടൊക്കെ ഒന്ന് നോക്കാൻ ഇങ്ങ് കയറിയതേയുള്ളൂ. അപ്പോഴേക്കും വീടിയും തുടങ്ങി. ദേ ഇപ്പൊ വരാ. ഇതൊക്കെ എന്തായിന്നൊന്ന് നോക്കട്ടെ എന്റെ ഏട്ടാ. കുറെ കൂടി പൂളാനുമുണ്ട്, അരിയാനുമുണ്ട്, ഒരുപാട് പണിയുണ്ട്. മുകളില് ഒന്നും സമ്മതിക്കത്തില്ല. കയറി വരുമ്പോഴേക്കും വിളിക്കും മായേ മായേ എന്ന്. അത് കേൾക്കുമ്പോ എങ്ങനെയാ ഞാൻ താഴോട്ട് ചെല്ലാണ്ടിരിക്കുക? ഇത് അരിഞ്ഞത് ഒരുപാട് ഉണങ്ങാനുമുണ്ട്. അയ്യോ എൻ്റെ ഈശ്വര, ഈ മക്കളുടെ ഇടയിൽ ഞാനിതൊക്കെ എപ്പോ ചെയ്തു തീർക്കുമോ എന്തോ. ആകെയുള്ളൊരാശ്വാസം എൻ്റെ അമ്മ തന്നെയാണേ, എൻ്റെ പൊന്നമ്മ.